നമ്മളിന്ന് പറയാൻ പോകുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ പാസ്റ്റാണ്. ഞാൻ എങ്ങനെ യൂട്യൂബിലെത്തി, എൻ്റെ സക്സസ്ഫുൾ ചാനൽസ്, പിന്നെ ഞാൻ ഇതിന് മുമ്പ് യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ, എനിക്ക് സക്സസ്ഫുൾ ചാനലുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, എനിക്ക് ഉണ്ടെന്ന് പറയണം. ഞാൻ ആദ്യം തന്നെ എൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറയാം. മീംസ് ഫോർ ലൈഫ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഈ ചാനൽ ഞാൻ തുടങ്ങുന്നത് നമ്മുടെ കൊറോണ സമയത്താണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ, ഞാൻ ഇത് വെറുതെ എനിക്ക് കൊറോണ സമയത്ത് ജോലിക്ക് പോകാതെ നമ്മൾ ക്വാറന്റീൻ ടൈമിൽ കിടന്നില്ലേ ഇവിടെ, അന്നേരം ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ഞാൻ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അത് അന്ന് തന്നെ ആ ദിവസം തന്നെ ഈ ചാനൽ നല്ല സക്സസ്ഫുള്ളായി. ഇടുന്ന വീഡിയോസിനൊക്കെ ഏകദേശം ഒരു 17 വ്യൂസോളം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് വീക്ക്ലി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൊറോണ ടൈമിൽ നിങ്ങൾ ആർക്കെങ്കിലും എൻ്റെ ഈ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ മീംസ് ഫോർ ലൈഫിൽ ഞാൻ ഇട്ടിട്ടുള്ള ഗിംസ് വിത്ത് സൗണ്ട് എന്ന് പറഞ്ഞുള്ള കോമ്പറ്റീഷൻ വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചാനൽ പരിചയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഈ ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ക്വാറന്റീൻ ടൈമിൽ 1-2 വർഷത്തോളം നമ്മൾ വീട്ടിലേക്ക് അടച്ചൊക്കെ സമയത്ത്, ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് ഈ ചാനൽ വളരെ വളരെ ഉപകാരമായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കാൻ പറ്റി ഈ ചാനൽ വഴി. ഇപ്പോൾ ഈ ചാനൽ ആക്റ്റീവല്ല. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഈ ചാനൽ കിടപ്പുണ്ട്. ഇപ്പം 21,000 സംതിങ് ആണ് സബ്സ്ക്രൈബേഴ്സ്. അന്ന് എനിക്ക് 25-24 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു 1000. കുറേ പേരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മീംസ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ചാനലിൽ ഇടാൻ ശ്രമിക്കാം. ഞാൻ വേണമെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ സോറി, ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കാം. ഇത് നിങ്ങൾ പോയി ചാനൽ ചെക്ക് ചെയ്തോളൂ, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോസൊക്കെ ഈ അധികം കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. അതാണ്. ഇതാണ് എൻ്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനൽ. പിന്നെ ഞാൻ ഈ 2020 നേരത്തെ ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് അതൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമോ ഇല്ലെന്ന് അറിയത്തില്ല. പിന്നെ പണ്ട് ഇപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഗോളുള്ളൂ, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഓണാക്കണമെങ്കിൽ, ആഡ്സെൻസ് ഓണാക്കി അഡ്വർടൈസ്മെൻറ്റൊക്കെ ഇട്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം മാത്രം ഇങ്ങനെ ഈ 4000 വാച്ച് ടൈം അവേഴ്സും ഈ 1000 സബ്സ്ക്രൈബേഴ്സും ഉള്ള നമുക്കിത് ഈ ഇടയ്ക്കാണ് വന്നത്. ഈ ഇടയ്ക്ക് വെച്ചാൽ കുറച്ച് നാളായതേ ഉള്ളൂ. നേരത്തെ 2018 മുമ്പൊക്കെ നമുക്ക് ഡയറക്റ്റ് 2018 17 മുമ്പൊക്കെ നമുക്കൊരു വീഡിയോ ഡയറക്റ്റ് ഇട്ട് ആഡ്സെൻസ് ലിങ്ക് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാവുന്നതാണ്. അന്നൊക്കെ ഇൻവാലിഡ് സ്ട്രൈക്ക് എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കുറേ ചാനൽ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഞാൻ ആദ്യം തുടങ്ങിയത് ഒരു ഗെയിമിംഗ് ചാനലാണ്. ഗെയിമിംഗ് ചാനലിൽ നിന്നാണ് ഞാൻ പിന്നെ കോമ്പറ്റീഷൻ, പിന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. ഞാൻ വ്ളോഗ്സും എൻ്റെ ഓരോ വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സൊക്കെ ഞാൻ ഇവിടെ തുടങ്ങിയത്. ഇതിന് മുമ്പ് എനിക്കൊരു ഗെയിമിംഗ് ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അത് ഇപ്പോഴും അതിനകത്ത് വീഡിയോസ് കിടപ്പുണ്ട്, ബട്ട് ആക്റ്റീവല്ല. ഞാൻ അതിൻ്റെ അത് ആക്റ്റീവല്ല. അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഇപ്പോൾ. അത് ജസ്റ്റ് എൻ്റെ ഗെയിമിങ്ങിൻ്റെ ചില ദിവസങ്ങളൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നതൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണ് എൻ്റെ. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ ആദ്യം വരാൻ കാരണം തന്നെ എൻ്റെ പാഷനാണ്. കാരണം ഇത്രയും എളുപ്പത്തിൽ ഇത്രയും രസകരമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം സത്യം പറഞ്ഞാൽ വേറെ ഒരിടത്തും ഇല്ല. വേറൊരു കമ്പനിയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കമ്പനിയിൽ നിന്ന് കിട്ടും, ബട്ട് അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ബട്ട് ഈ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോം ആക്ച്വലി എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒരു എനിക്ക് പ്ലാറ്റ്ഫോമാണെന്ന് തോന്നി. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു അവസരമുണ്ട്. ഓൾറെഡി ഞാൻ പ്രൂവ് ചെയ്തു എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് ഇതിന് സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ആദ്യം വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഈ ചാനലിലെ ഗോൾസ് എത്തി തുടങ്ങിയതേ ഉള്ളൂ.
ഒരു 4000 വാച്ച് ഹവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സിലും എനിക്കെത്ര ഇപ്പോൾ 230 സംതിങ് സബ്സ്ക്രൈബേഴ്സാണ് എനിക്കിപ്പോൾ ഈ ചാനൽ കറൻ്റ് ഉള്ളത്. പിന്നെ വാച്ച് ടൈം 4000 വാച്ച് ടൈം ഹവേഴ്സിൽ 500 വാച്ച് ടൈം ഹവേഴ്സ് ആയിട്ടേ ഉള്ളൂ. ഇനി 3500ഓളം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല. ഒരു വർഷത്തിനുള്ളിൽ ഈ 4000 ഒപ്പിക്കുന്നത് കുറച്ച് പാടാണ്. ഷോർട്സ് വൈസ് നോക്കുകയാണെങ്കിൽ 10 മില്യൺ വ്യൂസ് ഇൻ 3 months. സോ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കുറച്ച് ടാസ്ക്കാണ്. ഇല്ലെങ്കിൽ ഒരു ഷോർട്സ് വൈറലായാൽ മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ 90 ദിവസത്തിനുള്ളിൽ പെർ ഡേ 150,000 വ്യൂസ് എങ്കിലും ഒരു വീഡിയോയിൽ വെച്ച് കിട്ടിയേ പറ്റുള്ളൂ. ഡെയിലി 90 ഡേയ്സിൽ കിട്ടിയാൽ മാത്രമേ ഷോർട്സിൽ വെച്ച് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് എനേബിൾ ആവുള്ളൂ. പക്ഷേ അത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ വാച്ച് ടൈം ഹവേഴ്സാണ് ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. കാരണം കൂടുതൽ ഒരു വർഷത്തോളം സമയം നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റത് 3 മാസമാണ് നമുക്ക് കിട്ടുന്നത്. സോ ഞാൻ അതുകൊണ്ട് ഇത് ചൂസ് ചെയ്തു. സോ ഷോർട്സ് ഞാൻ ഇടയ്ക്ക് വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും ഞാൻ ഇത് ഫോക്കസ് ചെയ്യുന്ന വാച്ച് ടൈം ഹവേഴ്സിലാണ്. സോ നിങ്ങൾക്ക് തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. വ്ളോഗ് പോലെയും മോട്ടോ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയില്ല. എൻ്റെ വണ്ടി ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പിന്നെ ഇടാം. അത് കുറച്ച് കുരുക്കിലായി കിടക്കുകയാണ്. കാരണം ഇത്രയും ദിവസമായിട്ടും ഇൻഷുറൻസിന് സർവേന് ആൾ പോലും വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ ക്ലിപ്സും അതും ഇതൊക്കെ ഞാൻ പിന്നീടണം. ഞാൻ ഇൻഷുറൻസ് കമ്പനീനെയൊക്കെ വിളിച്ചതിൻ്റെയൊക്കെ ക്ലിപ്പുകളുണ്ട്. പിന്നെ അതേപോലത്തെ കാര്യമൊക്കെ ഞാൻ പിന്നീടണം. ഇപ്പം നമുക്ക് നമ്മുടെ എൻ്റെ യൂട്യൂബ് പാഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് 2015 കണ്ടാണ് ഞാൻ 15 അതോ അതിന് 13 12 ഓർമ്മയില്ല ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത്. ആദ്യം ഞാൻ തുടങ്ങിയത് ഗെയിമിംഗ് ചാനലിനെ കുറിച്ചാണ്. ഗെയിമിംഗ് ചാനൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കമൻറ്ററി ഒന്നും ഇല്ലാത്ത ഒരു ജസ്റ്റ് ഒരു വാക്ക് ത്രൂ ആണ് ഞാൻ ഇട്ടിരുന്നത്. അതും ആദ്യത്തെ ഗെയിം സ്പെക്കൂപ്സ് അതായിരുന്നു തോന്നുന്നു. ഞാൻ ഒരു വാങ്ങിച്ച ഗെയിമൊന്നുമല്ല, ബട്ട് പൈററ്റ് ചെയ്തെടുത്ത ഒരു ഗെയിമാണ്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. പൈസ ഇല്ലാത്തവർ നമ്മൾ പൈററ്റ് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ ക്രാക്കൊക്കെ എടുത്ത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് അത് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ OBS അല്ലല്ലോ അന്ന് അതിൻ്റെ ഫ്രാപ്സ് ആണെന്നോ ഫ്രാപ്സ് ആണെന്ന് തോന്നുന്നു. ഫ്രാപ്സിലാണ് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചത്. അന്നൊക്കെ വീഡിയോ സ്മൂത്തല്ല, ലാഗി ആയിട്ടുള്ള വീഡിയോ. അന്നത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ എത്ര 4 GB റാമും അങ്ങനെ എന്തൊക്കെയാണ്, ഗ്രാഫിക്സൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ നല്ല ലാഗി ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇട്ടിരുന്നത്. ആ ചാനലൊക്കെ ഓൾറെഡി പോയി. തന്നെ ഇൻവാലിഡ് ആക്ടിവിറ്റി എന്നും പറഞ്ഞ് അതങ്ങ് പോയി. ആ ചാനലൊക്കെ നഷ്ടപ്പെട്ടു. സോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയാണ്. ഞാൻ ആദ്യം ഗെയിമിൽ തുടങ്ങി, ഇപ്പോൾ വ്ളോഗ് വരെ എത്തി. സോ ഇപ്പോഴും ഞാൻ വിട്ടിട്ടില്ല. എനിക്കിത് എൻ്റെ മറ്റുള്ള ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ യൂട്യൂബ് ഇത് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി എനിക്കൊരു ചാലഞ്ചായിട്ടും കൂടെയാണ് ഞാൻ യൂട്യൂബ് എടുത്തേക്കുന്നത്. കാരണം ഈ ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ആർക്കാണോ ചെയ്യാൻ പറ്റിയൊരു ജോബാണ് നമുക്ക് ഈ യൂട്യൂബ്. സോ കുറച്ച് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം. പിന്നെ എളുപ്പത്തിൽ നല്ല കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയാൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ലൈഫ് മുന്നോട്ട് നയിക്കാവുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ യൂട്യൂബിൽ തന്നെ പിടിച്ച് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് എന്തുവേണോ നിർത്തിയിട്ട് പോകാമായിരുന്നു. നമുക്ക് അതേപോലെ തന്നെ പൈസ കിട്ടുന്ന വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമൊക്കെ ഈ യൂട്യൂബിൻ്റെ അത്ര വരത്തില്ല, എന്നാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രൊമോഷൻ വൈസൊക്കെ നമ്മൾ നോക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതുമാണ്. സോ ഞാൻ നിങ്ങളെ എല്ലാവരും വേണമെങ്കിൽ എൻകറേജ് ചെയ്യാൻ റെഡിയാണ്. കാരണം എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാകുന്നത് ഒരു നല്ലത് തന്നെയാണ്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ എന്നും വീഡിയോ ഇടണമെന്നൊന്നുമില്ല. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അങ്ങോട്ട് ഇട്ടാലും മതി. എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ചൂസ് ചെയ്യുക. അത് ഫേസ് കാണിച്ചിട്ടാണെങ്കിൽ ഫേസ് കാണിക്കാതെയാണോ നിങ്ങളെ ഇഷ്ടം പോലെ. സോ ഇതൊക്കെ ട്രൈ ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫ് ടൈമിൽ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഇത് വേറെ ഒരു
നമുക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഫ്രീ ആണ്, പ്ലാറ്റ്ഫോം ഫ്രീ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങോട്ട് പൈസ ഒന്നും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. സോ നമുക്ക് എല്ലാവർക്കും ഒരു രീതിയിൽ മുന്നോട്ടങ്ങ് സപ്പോർട്ട് ചെയ്ത് പോവാം. സോ എനിക്ക് ഇപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സോ ഇതാണ് എൻ്റെ യൂട്യൂബിൻ്റെ പാസ്റ്റ്, ഞാൻ എങ്ങനെ യൂട്യൂബിലേക്ക് വന്നത്, അങ്ങനെ ഉള്ള എൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ പിന്നെ പാസ്റ്റിലെ സക്സസ്ഫുൾ ചാനൽസും അത് ഇതൊക്കെ എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സോ ഞാനാണെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും നേരം കണ്ടതിൽ എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. സോ എൻ്റെ ചാനലിൽ എല്ലാ വീഡിയോസിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. പുതിയൊരു എന്തെങ്കിലും നല്ല ഐഡിയ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ചാനലിനെ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതുമാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വളരെ നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്. സോ നമുക്കൊരു അടുത്തൊരു വീഡിയോയിലേക്ക്. താങ്ക് യു സോ മച്ച്. ബൈ.